ഒരു പെയിൻറ്റിന് വീവറയിൽ ഞാൻ ക്യൂവിൽ നിൽക്കുമ്പോൾ കഷ്ടകാലം എലി കടിച്ചെൻ്റെ കയ്യിൽ കിഞ്ഞല്ലോ. തുള്ളി മോന്തുവാൻ കാശിനായി ഞാൻ കീശ തപ്പുമ്പോൾ ദുരിതമായതോ കീശ മൊത്തവും ചുതലരിച്ചല്ലോ. ഗതികെട്ട നേരം ചങ്കുഴഞ്ഞ് ഞാൻ തളർന്നു വീണപ്പോൾ കണ്ടു നിന്നവരോടി വന്നെന്നെ താങ്ങി നിന്നല്ലോ. കൂട്ടുകാരവരൊത്തുകൂടി പുള്ളു തന്നപ്പോൾ ഉടഞ്ഞ ചങ്കിൽ പൊലിഞ്ഞ ജീവൻ തിരികെ വന്നല്ലോ. എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി ഞാൻ നട തുറന്നപ്പോൾ എൻ്റെ ശ്രീമതി മുന്നിൽ നിന്നതാ ചിരിച്ചു തുള്ളുന്നു. കോഴി ബിരിയാണി കഴിച്ചതിൻ്റെ രസം അകത്തു കേൾക്കുന്നു. അച്ഛൻ അക്കിടി പറ്റി എന്നവരാർത്തു ചിരിക്കുന്നു. പിഴവ് പറ്റിയതെന്തെന്നറിയാതെ കുഴഞ്ഞു വീണല്ലോ ഞാൻ. പുലരുവോളം കൊതുകടിച്ചെൻ്റെ ചോര തീർന്നല്ലോ. നഷ്ടമാകുന്ന ഗോത്ര സംസ്കാരത്തിൻ്റെ നാട്ടറിവുകളുടെ അവസാനത്തെ കണ്ണികൂടിയാണ് പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ. കല്ലാറിൻ്റെ തീരത്ത് കാടിൻ്റെ നടുവിൽ ഒറ്റയ്ക്ക് കഴിയുമ്പോഴും നാട്ടുവൈദ്യത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നേയില്ല. ലക്ഷ്മിക്കുട്ടിയമ്മയാണ് ഇത്തവണ Q18 നമുക്കൊപ്പം. ഈ അറിയാത്ത കാടൊന്നുമല്ല, കാലാകാലമായിട്ട് അറിയുന്ന കാടാണ്. എന്നാലും ഒറ്റയ്ക്ക് താമസിക്കുന്നതിന് പേടിയൊന്നുമില്ല. പേടിക്കാൻ തരിക്കണം. കാടിൻ്റെ സന്താനങ്ങൾ ഞങ്ങൾ ഇപ്പം പേടിക്കണം. ഇന്ന് രാഷ്ട്രീയത്തിൻ്റെ കാടാണ്, നമ്മളെ കാടല്ല. നമുക്ക് സത്യവും ധർമ്മവും നീതിയൊക്കെ ഉണ്ട്. അതൊരു പരിധിവരെ നമ്മളെ മലദേവന്മാരുണ്ട്, കാക്കും. എന്തെങ്കിലും പരാതി വന്നാൽ നമ്മളെ അതാത് പ്രദേശത്ത് ഓരോരോ കുടുംബക്കാരുടെ ദേവന്മാർ കാണും. മലമൂർത്തികളെന്ന് പറയുന്നത് അവരാണ് വനത്തിൻ്റെ പരിപാലകർ. ഈ നാട്ടിൽ ജില്ലയും പഞ്ചായത്തും ഒക്കെ ഭരിക്കും പോലെ തന്നെയാണ് വനത്തിലും. പത്മനാഭൻ്റെ നിയന്ത്രണത്തിലാണ് ഈ മലദേവന്മാർ കഴിയുന്നത്. നമ്മൾ കൊടുക്കുന്ന കൊടുതി ആയാലും എന്തായാലും പൂജ പറ്റിയ മലദേവന്മാർക്ക് അവരുടെ പങ്കെടുത്തിട്ട് മറ്റേ പത്മനാഭനെ കണക്കേൽപ്പിക്കണം. അവർക്കും അത് ജോലിയാണ്. ഇപ്പം ദേവന്മാരെ ഇരിപ്പോൾ ആർട്ടറയും തെരുവോരം പോലെ ആക്കി. നമുക്കത് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. പ്രകൃതി നമ്മളെ കാക്കും ഒരു പരിധി വരെ. അതിക്രമം പ്രകൃതിയോട് കാണിച്ചാലോ, അപ്പോൾ അത് വിരോധിക്കല്ലേ ഉള്ളൂ. നമ്മൾക്ക് ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. വനത്തിനകത്ത് ജീവിക്കണമെങ്കിലും ജനിച്ചു വളർന്നത് വനത്തിന്. പക്ഷേ പിച്ച നടക്കുമ്പോഴേ നമ്മൾ കാടില്ല വേലയും ഇഷ്ടമുള്ള വെട്ടിപ്പിടിക്കും, ഇഷ്ടമുള്ള കൃഷി ചെയ്യും. നെല്ല്, മരിച്ചിനി, എന്ത് പോഷകങ്ങളാഹാരങ്ങൾ. ഞങ്ങൾക്ക് പ്രാതൽ കാപ്പി ഇപ്പോഴല്ലേ അരിപ്പലാരവും കാപ്പിയും ഉപ്പൊക്കെ ഉണ്ടാക്കണം. അരിപ്പട്ടി കാപ്പി ഇടും. കട്ടൻ തേയില ഇപ്പോഴാണ് തേയില പ്രചാരമായത്. ഞങ്ങൾ കാപ്പി ഇടും. കാപ്പിയിൽ എന്ന് വെച്ചാൽ ഈ ഊളന്തകര എന്ന് പറഞ്ഞ ചെടിയുണ്ട്, പൊന്നാരി വീരൻ എന്നൊക്കെ പറയുന്നത്. ഇത്ര പയർ അമര പോലെ പയറുള്ള അത് മൂപ്പത്തുമ്പം അതിനെ പറിച്ച് പിന്നെ വറുത്ത് പൊടിച്ച് വയ്ക്കും, കാപ്പിപ്പൊടി പോലെ. നല്ല ഗുണവും ത്വക്ക് രോഗത്തിൻ്റെ മരുന്നുമാണ്. കരിപ്പെട്ടി കാപ്പിയും മരിച്ചിനി ചുട്ടത് കാണും രാവിലത്തെ ഭക്ഷണം. മരിച്ചിനിയും ചുട്ട് കരിപ്പെട്ടി കാപ്പിയും കുടിച്ചാൽ വിശപ്പേ തോന്നില്ല. പിന്നെ അല്ലെങ്കിൽ അവിക്കും, മരിച്ചിനി മുറിച്ചവിക്കാം. ഇന്നത്തെ മരിച്ചിനി തിന്നാലും ഒരു ഇതുമില്ല. നമ്മുടെ വിളയിൽ മലവിളയിലുണ്ടാവണം മരിച്ചിനികൾ. കയ്യാലാടി, പിന്നെ പഞ്ചാര വെള്ള, ആനമറുവയും മരിച്ചിനികൾ. ഞാൻ കൃഷി ഓഫീസർ പറഞ്ഞ് അതൊക്കെ എഴുതി കൊടുത്ത് ഒരു ചുക്കും തന്നില്ല അവർ. ഇന്ന് കണ്ട വളവുമൊക്കെ ഇട്ട് വരുന്ന നാട്ടിലെ മരിച്ചിനി തിന്ന് അത്തറ. നമ്മളെ കഴിഞ്ഞ് കഞ്ഞിയൊന്നും വയ്ക്കണ്ട, മരിച്ചിനി അരിഞ്ഞു ഊറ്റി എന്തെങ്കിലും ഒരു കറിയും കാണും. കുമ്മിളെങ്കിലും മതി ഉച്ചയ്ക്ക്. കാട്ടിൽ കുമ്മിള് കിട്ടും. ഇപ്പം വനം തീ കത്തിക്കൂല. യാതൊ ഒരു ശാസ്ത്രജ്ഞൻ്റെ പുറകെ നടക്കണ് സർക്കാരും മുട്ടുമടക്കണ്. കണ്ണാടിക്കുട്ടിയിലെ പഠനമല്ല, നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നവർക്കേ അറിയാവൂ. പക്ഷെ അമ്മയുടെ അടുത്ത് കുറേ പേര് ഇപ്പം സർക്കാരാണെങ്കിലും വന്ന് കാര്യങ്ങൾ ചോദിക്കുകയും എല്ലാ സ്ഥലങ്ങളിലും വിളിക്കുകയും ഞാൻ പറയാറുണ്ട്. ഫോറസ്റ്റുകാരൊക്കെ വിളിക്കാൻ ഞാൻ ഇത് പറയും, വനം തീ കത്തണം എങ്കിൽ ഇതുപോലെയല്ല വനം. മൃഗങ്ങൾക്ക് തീറ്റ കിട്ടണമെങ്കിൽ വനം തീ കത്തുമ്പോൾ പലതരം വിത്തുകൾ തീയിൽ മുളയ്ക്കണുണ്ട്. എന്നുവെച്ചാൽ വിത്ത് തോട് കട്ടിയാണ്. ഈ പരണ്ടയ്ക്ക എന്നൊക്കെ പറയുന്നത് പോലെ ഭയങ്കര കട്ടിയാണ്. വെള്ളത്തിലിടുന്ന 6-7 മാസം കിടക്കണം. ഇത് കുതിർന്ന് തൊലി മാറിയാലല്ലേ മുള വരുള്ളൂ. നമ്മൾ ചുട്ടുനോക്ക്, ആ മുഖപ്പ് ഇരിക്കണ ഈ കുരുപ്പ് വരുന്ന ഭാഗം എന്തൊരു കരിച്ചാൽ മതി, വെക്കം മുളച്ചോളൂ. അങ്ങനെയാണ് ഈ ചില വിത്തുകൾ തോട് കട്ടി. തീ വീഴുന്നാലേ മുളയ്ക്കൂ. നശിച്ചൊന്നും പോകില്ല. തീ വീഴുന്തോറും
ഒരു മഴ വരുമ്പോൾ പെട്ടെന്നത് മുളച്ച് കയറും. അപ്പൊ തീ കത്തിയാലേ അതൊക്കെ ഉണ്ടാവും. കത്തിയാലേ വനം പ്രകൃതിക്ക് ആഹാരമുള്ളൂ. ഇപ്പൊ അത് ഉണ്ടാവുന്നില്ലേ? കത്തല് ഇപ്പൊ ഇവിടെ കാടൊന്നുമില്ല, പണ്ടത്തെ പുല്ലൊന്നുമില്ല. പണ്ട് വീട് കെട്ടണ പുല്ലിൽ കെട്ടണ അറിയാമോ നമ്മുടെ ആൾക്കാർ? ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പുല്ല് വീട്. എന്ത് സൗകര്യം! ഇന്നത്തെ ആധുനിക ടെറസിലൊക്കെ കിടക്കുന്നവർക്ക് രോഗം തപ്പിയിട്ടില്ല. നമ്മളെ ഗ്രാമീണ പ്രകൃതി മറ്റ് ഇണങ്ങി ജീവിക്കുന്നവർക്ക് പറയത്തക്ക രോഗമില്ല. താനും ഈ ചികിത്സക്കുള്ള ചെടികളൊക്കെ ഇവിടെ തന്നെയാണോ ഉള്ളത്? മഴയാകുമ്പം ചെടിയുണ്ട്. ഇപ്പൊ വേനലാണ്ട് എണ്ണ വയ്ക്കുന്ന കാര്യത്തിലാണ് കുഴങ്ങുന്നത്. പച്ചില ചെടികൾ കുറേ വേണം. ഞാൻ 10-24 കൂട്ടം മരുന്നോളം ഇടും എണ്ണയ്ക്ക്, തലയ്ക്ക്, മുടിക്കും മറ്റുമൊക്കെ. പച്ചില കിട്ടാൻ പാടാ. ഇങ്ങേറ്റ മുയൽ ചെവിയൻ, രാമച്ചൊക്കെ നമ്മൾ നടുന്നോണ്ടുണ്ട്. മുയൽ ചെവിയൻ, പൂവൻകുരുന്ന് ഇപ്പൊ ഇവിടെ ഇല്ല. മിറ്റാത്രയും കാടാണ്, പക്ഷെ ഇപ്പൊ ഇല്ല. വേറെ ആയുണ്ട്. വെള്ളം നനയ്ക്കാനൊന്നും അറമ്പാതമില്ല. അത് ഓരോ സീസണിലുണ്ടാവും. പിന്നീട് മഴയാകുമ്പോൾ ഉണ്ടാവും. അങ്ങനെയുണ്ട് പ്രകൃതിക്ക്. വേനലാകുമ്പോൾ കരിഞ്ഞു ഉണങ്ങും. പിന്നെ മഴയാകുമ്പോൾ അതിൻ്റെ വിത്തുകൾ വീഴുന്നു, മുളയ്ക്കും. പുല്ല് പോലും ഇല്ല. പുല്ല് മുളരുമ്പോൾ പുല്ലിൻ്റെ മുട്ടിൽ ഒരു തരം ചെടി ഉണ്ടാവും, കുഞ്ഞൻ ചെടികൾ. അത് കുഞ്ഞുങ്ങൾക്ക് ശ്വാസം മുട്ടലിനൊക്കെ നല്ല ഫസ്റ്റ് മരുന്നാണ്. ചെറിയാർന്നങ്ക ഈ പ്രദേശത്തൊന്നും ഇല്ല ഇപ്പം. അല്ലെങ്കിൽ ആറ്റിൻ്റെ കര അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ചില പ്രദേശം ഉള്ളാർന്നടത്തേ ഉണ്ടാവും. സോഷ്യൽ ഫോറസ്റ്റ് കയറി വനം അത്രയും നശിച്ച്. എങ്ങനെയെന്ന് വെച്ചാൽ വൻമരങ്ങൾ വെച്ച് മഹാഗണി, തേമ്പാവ് മുതലായ. ഇവിടെ തേമ്പാവില്ല. ഇപ്പം 6 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കിടക്കണം അത്രയും തേമ്പാവാണ്. അതെന്തിനു കൊള്ളാം? മൃഗങ്ങൾക്കൊന്നും തിന്നാൻ പറ്റില്ല, നമുക്കും ഉപയോഗമില്ല. ഞാൻ ഇത് പറഞ്ഞേ ഫോറസ്റ്റുകാരുടെ ഈ കമ്മിറ്റിയിലൊക്കെ മണ്ണാർക്കാട് പോയിരുന്നു. അപ്പോഴും ഞാൻ ഇതുപോലെ ചർച്ച ചെയ്ത്. അപ്പോഴും പറഞ്ഞ അമ്മ പറഞ്ഞ ഒരു കാര്യത്തോട് ചോദിക്കാൻ പറ്റില്ല, തീ കത്തിക്കൂടാ. കാർഗിൽ ലോല പ്രദേശമാണ്, പ്രകൃതി ലോലം. എങ്കിൽ ഈ മൃഗങ്ങൾക്ക് തീറ്റയാവും. കാട് തീ കത്തിയാൽ ഒരാഴ്ചക്കകത്ത് മഴ പെയ്യും. കാർമേഘം ഉരുണ്ടുകൂടി മഴ പെയ്യും. മഴ പെയ്യുമ്പം പുതിയ നാമ്പുകൾ എന്ത് ഉത്സാഹത്തോടെ പൊന്തി വരും എന്നറിയാം. പുല്ലും അതായത് പുല്ലുവള്ളിയൊക്കെ മുളച്ചു വരും. അതാണ് ഇളനാമ്പുകൾ, മൃഗങ്ങൾക്ക് തീറ്റയാകും. നമ്മളെ വിളയിൽ അത്ര ശല്യത്തിന് വരില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് ആയിരക്കണക്കിന് രൂപയ്ക്കാണ് നഷ്ടപ്പെട്ടത്. എവിടെ നിന്ന് ഈ അറിവൊക്കെ? ഇത് പരമ്പരാഗതമായിട്ട് കിട്ടിയതാണോ? കുടുംബത്തിൽ നിന്ന് അമ്മ വഴി, അച്ഛൻ വഴിയൊക്കെ? ഞങ്ങളെ പെറ്റ് വീഴുന്നതേ കാട്ടിനകത്ത്. ഇത് പിച്ച നടക്കുമ്പോഴേ വനത്തില്ല. 90 കഴിയുമ്പം പിള്ളേരെയും കൊണ്ടൊക്കെ വിളയിൽ കൃഷിക്കൊക്കെ പോയി തങ്ങി കിടന്നൊക്കെയല്ലേ ജോലി ചെയ്യണം. ദൂരെയല്ലേ വിള വെട്ടണം. ഏത് മലയിൽ നമുക്ക് വിള തെളിക്കാം. തെളിച്ച് കൃഷി ചെയ്യും. 1 വർഷം 2 വർഷം. അപ്പോൾ അത് ചെയ്തിട്ട് പിന്നെ വേറെ കാട് വെട്ടും. അപ്പോൾ ഈ ആദ്യം വെട്ടുന്ന കാട് വനാവും വീണ്ടും. അങ്ങനെയാണ് നമ്മൾ മാറ്റ കൃഷി. അതിനാണ് ഇപ്പം നാഗാലാൻഡിലൊക്കെ സമരം ചെയ്യുന്നത്. എന്തിനെന്നറിയാം? ഇതാണ് സംഭവം. നമ്മൾ ഇരുപ്പ് ഒരു പ്രദേശം വെട്ടി തെളിച്ച് വിളയാക്കിയാൽ ഇരുപ്പ് കൃഷി ചെയ്യും 2 വർഷം. അത് കഴിയുമ്പം അപ്പോഴത്തേക്ക് ഇവിടെ മാവോ പ്ലാവോ എല്ലാം നടും, ആദായമുള്ള വൃക്ഷങ്ങൾ. അപ്പോൾ വിശന്ന് വന്നാലും ഒരുത്തന്നെ കാട്ടിൽ കയറിയാൽ തിന്നാൻ കിട്ടണം. അതാണ് ഉദ്ദേശം. അങ്ങനെയൊക്കെ നട്ടിടും. പറങ്കിയാവും, പ്ലാവ്, പിന്നെ വെള്ളമുള്ളിടത്ത് തെങ്ങും കമും ഒക്കെ നടാം. തെങ്ങത്ര നടൂല, കമും നട്ടിടും ചിലയിടത്ത്. അതിനുണ്ട്. ഇപ്പം അതെല്ലാം ഫോറസ്റ്റുകാരൻ്റെ കയ്യിലായില്ലേ. ഫോറസ്റ്റ് നിയമം നമ്മളെ പ്രകൃതിയെ കൊല്ലാനും നമ്മളെ കുരുക്കാനേ പറ്റൂ. ജയിച്ചു പോണവരാരും പ്രകൃതിയെ നന്നാക്കൂല. എല്ലാവരും ഓരോ പേരും പറഞ്ഞ് മൃഗസംരക്ഷകരുണ്ട്, വനസംരക്ഷണം. നമുക്ക് വേല ചെയ്തുകൂടാ, വിളയിൽ വേല ചെയ്തുകൂടാ. അമ്മയെക്കുറിച്ച് ഇപ്പം അപ്പുറത്ത് കാട് തെളിച്ചിട്ടേക്കണ അത് എൻ്റെ ഏരിയയാണ്. അതും പ്രശ്നമാക്കി. എൻ്റെ പേരിൽ പത്മശ്രീയുടെ പേരിൽ കേസുണ്ടാക്കിയിട്ടിരിക്കണമെന്ന്. മരം കൊമ്പ് വെട്ടി. അത് കാട്ടുമരം. ഈ വെട്ടി ചേർക്കാൻ തരുന്ന ഒരു കൊണ്ടപോലും ഇല്ലാതെ വെട്ടി. മരം കിളുത്താണ്ട് കിടക്കണ് ഇരട്ടി ശക്തിയോടെ. പക്ഷെ വെട്ടിയത് കേസായി. വെട്ടിയാരെ പണിയായുധം വരെ പറിച്ചു വന്ന് പിടിച്ചോണ്ട് പോയി. ഇവിടെ കുറേ പ്രകൃതി സ്നേഹികളുണ്ട്. അവർ വിളിച്ചു വരുത്തി. ഉടനെ വന്നുവിട്ടി ഓമാർ. പ്രകൃതി സ്നേഹികൾ വിളിച്ചു പറഞ്ഞ പിന്നെ ആ പറിച്ചിട്ട് കണ്ണുരുട്ടി. ആരാണ് പത്മശ്രീ, അവരെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അറസ്റ്റ് ചെയ്ത ആള്. അമ്മയുടെ അമ്മയൊക്കെ ഈ ചികിത്സയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നോ? നമുക്ക് ആശുപത്രി ഓടുന്ന ശീലമില്ല പണ്ടേ. പെറ്റാലും എല്ലാത്തിനും വീട്ടിൽ തന്നെയാണ്. ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോയി കണ്ടിച്ച് കളയണ നേരത്തിന് ഇവിടെ കിടന്ന് എന്തെങ്കിലും ചെടി വെച്ച് പൊറപ്പിക്കാനല്ലേ നോക്കൂ. എത്ര മരകായി മുറിവേറ്റാലും നമ്മളത് ചെടികൾ കണ്ടുപിടിച്ച് ചെയ്തോളും. പിന്നെ മൃഗങ്ങൾ വേട്ടയാടി പിടിച്ച് തിന്നുമല്ലേ നമ്മൾ പലതും. വേട്ട നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് ചത്തും കൊന്നും പിടിച്ചു തിന്നും കാലം കഴിക്കാനാണ് ശിവൻ്റെ വരദാനം. ഞങ്ങൾക്ക് ജനിക്കാൻ എണ്ണത്തിന് പാർവതി ദേവിയാണ് വിളിക്കാറ്. എൻ്റെ അമ്മ വയറ്റാട്ടിയാണ്. പിന്നെ മരിക്കുമ്പം ശിവൻ്റെ അവിടെ പോയി വരം വാങ്ങിച്ചല്ലാതെ മറ്റു മലദേവന്മാർ വനം കൊടുക്കില്ല. വനമൂർത്തികളായിട്ട്
ആവാഹനം ചെയ്ത് നിർത്തണം. അങ്ങനെയൊക്കെ ഉണ്ട്, ആചാരമുണ്ട്. ചാറ്റുപാട്ടെന്ന രീതിയുണ്ട്. എന്താ അത്? നമ്മളെ വംശീയമായ മന്ത്രാവലി. ഇപ്പം മന്ത്രമില്ല, എല്ലാം മറിഞ്ഞു പോകണം. ഇപ്പോൾ ഒരു പത്മം ഇടാൻ പോലും ഒരു തരവുമില്ല. അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളാവൊക്കില്ല. ചിലപ്പം എത്ര കൊടിയ പ്രശ്നം വന്നാലും ഒരു അറിവുള്ള ഏറ്റവും പണ്ഡിതനാണെങ്കിൽ ഒരു 200 തൊട്ടങ്ങ് വെച്ചാൽ അപ്പോഴേ രോഗങ്ങളൊക്കെ മാറും. ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്ക് അതിൽ വല്ല വിശ്വാസമുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിലെ പുതിയ പിള്ളേർ തന്നെ അത് വിശ്വസിക്കുന്നുണ്ടോ? പറ്റുമ്പോൾ മന്ത്രം ചെയ്യും. ഈ വിഷച്ചികിത്സ ചെയ്യണതിന് എങ്ങനെയാണ്? പാതി മന്ത്രവും പാതി മരുന്നും അല്ലേ ചെയ്യേണ്ടത്? വിഷം മന്ത്രം കൊണ്ട് ഓതി പിടിക്കണം. വിഷം ഉണ്ടായതെന്നാണ് അറിയാമോ ഈ ശാസ്ത്രജ്ഞന്മാർക്ക്? വിഷം ഭൂമിയിൽ വന്നത് എങ്ങനെ? ഭൂമി ഉണ്ടായെന്നേ ഇല്ലല്ലോ വിഷം, അതിന് ശേഷമല്ലേ ഉള്ളൂ. അല്ല, വിഷചികിത്സ എന്ന് പറയുമ്പോൾ പാമ്പൊക്കെ കടിച്ചിട്ട് വരുന്നത്. കട്ടറുമ്പ് മുതൽ കരിമൂർക്കം വരെ കടിയേറ്റൽ ഇവിടെ വന്നിട്ടുണ്ട്. ആരും ഉപദ്രവിച്ചാതെ ഇരുന്നാൽ നമുക്ക് മാറ്റാൻ പറ്റും, രോഗം മാറ്റാൻ പറ്റും. പക്ഷെ മന്ത്രം അതിനകത്ത് എന്ത് കാണിക്കും? മന്ത്രം ചെയ്യണം, വിഷം ഓതി ഇറക്കുകയും വേണം, മരുന്ന് കൊടുക്കുകയും വേണം. അപ്പം മരുന്നാണോ മന്ത്രമാണോ പ്രധാനം? മരുന്ന് കൊണ്ടും മന്ത്രം ചെയ്തും, മരുന്ന് കൊണ്ടും മന്ത്രം കൊണ്ടും പ്രാണി വിഷം മാറ്റാം. നാവിഷം ഒന്നുകൊണ്ടും തീരാ എന്നറിയുന്നതാണ്. വൃശ്ചികസ്യ വിഷം പുച്ഛ, നാഗസ്യ വിഷം ദന്ത, മശക വിഷ ശിര. സർവാംഗം വിഷമുള്ള ജീവിയത് അമ്മ, സർവാംഗം വിഷമുള്ള ജീവിയാ. അത് പാമ്പല്ലേ? അപ്പോൾ അത് ചിലന്തിയല്ലേ? ആണല്ലിയല്ലേ? മൂർഖനല്ലേ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകണം ഓരോരുത്തരുടെ അഭിപ്രായം. പിള്ളേർ വിട്ടാം ഏതാണ് വിഷം? സർവാംഗ വിഷമുള്ളത് ഏതാണ്? സർവാംഗ വിഷമുള്ള ജീവി ഏതാണ്? നീ തന്നെ ഒന്നാമത്തെ മനുഷ്യനാണല്ലേ? പിന്നല്ലേ. മരുന്ന് കൊണ്ടും മന്ത്രം കൊണ്ടും പ്രാണി വിഷം മാറ്റാം. നാവിഷം ഒന്നുകൊണ്ടും തീരാ എന്നറിയാം. നാവിഷം നമ്മളെ നാക്ക്. ഒരാ വ്യക്തിയെ കൊല്ലാം, ഒരു കുടുംബത്തെ താർക്കാം, ഒരു രാഷ്ട്രത്തെ താർക്കാം, ഒരുത്തൻ്റെ നാക്ക് മതി. അതിലും മന്ത്രം മതിയാവൂല. അവിടെ മരുന്ന് കൊണ്ട് മന്ത്രം കൊണ്ട് തീരുമില്ല. അവൻ്റെ വേണമെങ്കിൽ നാക്കിനെ കണ്ടിക്കണം. പിന്നെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പഠിക്കാനായിട്ട് ഇംഗ്ലീഷുകാരടക്കം വരുന്നുണ്ടെന്ന്. അപ്പൊ ഈ മന്ത്രം ഒക്കെ വേണമെന്ന് പറയുമ്പോൾ അവരെന്ത് പറയും? അത് പറയണ്ടല്ലോ. അത് പഠിപ്പിക്കൂല. അത് അങ്ങനെ പഠിക്കാനും പോണില്ല. ആണോ? മരുന്ന് പഠിച്ചാൽ പോരാ. അതിന് മായാവിദ്യയിൽ കിട്ടുന്നതാ നമുക്ക് വനത്തിലുള്ള. അത് പറഞ്ഞു കൊടുക്കൂല അല്ലേ? പറഞ്ഞാൽ പഠിക്കുവോ? അതിന് ചില ചിട്ടയൊക്കെ ഉണ്ട്. ആശാൻ നല്ലവണ്ണാണെങ്കിൽ വിദ്യ തെളിഞ്ഞ മനസ്സോടെ കൊടുത്താൽ ഓക്കെ. ചില ആശാന്മാർ വേല വയ്ക്കും ശിഷ്യന്മാരെ പരീക്ഷണം. അപ്പോൾ ദുർമന്ത്രം കൂടി മന്ത്രത്തിൽ തന്നെ 2 മന്ത്രമുണ്ട്. വിഷം ഇങ്ങനെ ഇറക്കുമ്പോൾ സർവാംഗം ഇങ്ങനെ പുറക്കുകയും ചെയ്യാൻ, തിരിച്ചങ്ങോട്ട് കയറ്റുകയും ചെയ്യുക. 2 വശമുണ്ട്. ഒരു നാണയത്തിൻ്റെ 2 വശമാണ് മന്ത്രം. വിഷചികിത്സയുടെ മരുന്നുകളും ഇന്ന ചെടിയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞറിഞ്ഞ നമുക്കറിയാമല്ലോ. അറിയും. ചെടികൾ വലിയ മുതിർന്നവർ ചെയ്യുമ്പം ചിലർ പിള്ളേരെ കൊണ്ടല്ലേ മരുന്ന് എടുപ്പിക്കുന്നത്. ഇവിടെ എൻ്റെ അമ്മയുടെ ഇളയ സഹോദരൻ ഒരു മഹാവിഷാരിയാണ്, മർമാണിയാണ്, മാന്ത്രികനാണ്, എല്ലാം ചെയ്യും, എല്ലാം അറിയാം. പക്ഷെ പെണ്ണുങ്ങൾക്ക് വിദ്യ പഠിച്ചുകൂടാ. അത് ഒരു കുശുമ്പ് ബുദ്ധിയാ. പെണ്ണുങ്ങൾ വിദ്യ പഠിക്കരുത്. വിദ്യ പഠിച്ചാൽ അത് പഠിച്ച ഏകാള് അമ്മയാണോ? അങ്ങനെയുള്ള മൂപ്പിലും ചില രോഗികൾ എൻ്റെ അടുക്ക പറഞ്ഞു വെച്ചിട്ട് പരീക്ഷണാർത്ഥം വരും കൂടെ. അപ്പം തെറ്റിയിലേക്ക് പറഞ്ഞു, അവള് പഠിച്ചു. പിന്നെ അവിടെ വേണമെങ്കിൽ പാരയും. പഠിക്കാൻ തുടങ്ങിയ സമയത്ത് പ്രശ്നം ഉണ്ടായിരുന്നോ? ചെയ്തോണ്ട് തുടങ്ങിയപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ദൈവികമായ ശക്തിയോട് ചെയ്യും. അവനെ ഇവിടെ കിരാതനാണ് ഇരിക്കുന്നത് പറഞ്ഞ് 4 നടയ്ക്ക് വന്നാൽ 2 നടയ്ക്ക് അയക്കാൻ സഹായിക്കും. ഈ പുതിയ ആൾക്കാർ ഇതൊക്കെ വിശ്വസിക്കുമോ? ഇതൊക്കെ പറഞ്ഞ ഈ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ ഇതൊക്കെ പറഞ്ഞ വിശ്വസിക്കുമോ? എന്തൊരു പരിപാടിക്ക് ഉണ്ടായിരുന്ന അന്ധവിശ്വാസം മാറ്റണമെന്ന് അങ്ങനെ പറയില്ലേ? അതാ ഞാൻ ചോദിച്ചേ. അന്ധവിശ്വാസം ഇല്ല, നമുക്ക് കൊള്ളുമ്പോൾ നമ്മൾ വിശ്വസിക്കൂലേ? അതാണ് നമുക്ക് അനുഭവമാണ് ഗുരു. ആദിവാസികളിൽ പുതിയ പിള്ളേർക്ക് താല്പര്യം. ഞാൻ എത്ര പേരെ വിളിച്ചു. എൻ്റെ ചെറുമക്കൾ വരെ. അവള് മോൻ്റെ ഇപ്പോൾ ഉള്ള മോൻ്റെ 2ാമത്തെ മോനെ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ. അവൻ്റെ മോള് അവളും പോയത് അലോപ്പതിക്ക്. ഞാൻ പറഞ്ഞു അവളെ കൊണ്ട് കീറാനും മുറിക്കാൻ അറിയാമോ? അപ്പം തള്ള പറഞ്ഞ അവൾക്ക് അതിന് പോലും പറ്റ്. ഞാൻ പറഞ്ഞാൽ നീ കീറി മുറിച്ച് പുണ്ണാക്കി വിടും, ഞങ്ങൾ പൊറപ്പിച്ചോളാം. ഓപ്പറേഷൻ ചെയ്യുന്നത് അപകടം കൂടി വരാറുണ്ട് ഇവിടെ. അങ്ങനെ അതുകൊണ്ടാണ് പറയണത്. അലോപ്പതി ശരിയാണെങ്കിലും എല്ലാം ശരിയെന്ന് പറയാൻ പറ്റില്ല. ഡോക്ടർമാരെ ശ്രദ്ധക്കുറവ് മതി, പറ്റും. അങ്ങനെ എത്ര പേര് വന്നിവിടെ. ഈ ചികിത്സയ്ക്ക് ചെയ്യുന്ന നേരത്തെ കുറേ ചെടികൾ പറഞ്ഞല്ലോ, അത് പലതും പൂർണ്ണമായിട്ട് അന്യം നിന്ന് പോയിട്ടുണ്ടോ? അതായത് ഇനി വരാത്ത രീതിയിൽ നശിച്ചു പോയിട്ടുണ്ടോ? തീ കത്തിയെങ്കിലേ പലതും മുളയ്ക്കും. അതേതൊക്കെ ചെടിയാ അങ്ങനെ പോയിരിക്കുന്നത്?
പ്രധാനമായിട്ട്? പലതരം ചെടിയുണ്ട്. പിന്നെ അഗ്നിയിൽ മുളയ്ക്കണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒട്ടുമില്ലാത്തത് വനം ഏതൊക്കെയാ? കത്തുമ്പോ അതിന്റെ ചാമ്പലും ഒക്കെ കൂടെ വളമായി വെന്തൊടുങ്ങൂലേ. പിന്നെ മഴ പെയ്യുമ്പോൾ ഇരട്ടി ശക്തിയോടെ ഈ ചാമ്പൽ തന്നെ അവർക്ക് വളമായി അവർ മുളച്ചോളും വീണ്ടും. അങ്ങനെ ഇല്ലാണ്ടായി പോയ ചെടി ഏതൊക്കെയാ? ഏതൊക്കെ ഉണ്ട് ഇപ്പം, ഒരുപാട് ചെടി ഇല്ല തന്നെ. ഗഡക്കൊടി വള്ളിയില്ല അങ്ങനെ. പിന്നെ അതുപോലെ വിഷപ്പച്ചയ്ക്കാണ് ഈ ഗഡക്കൊടി വള്ളി അത് ഇതൊക്കെ. അതുപോലെ എന്തെല്ലാം പ്രകൃതിയിലുണ്ടായിരുന്നു, ഒന്നുമില്ല ഇപ്പം പറയത്തൊക്കെ. അല്ല, ഈ കാട് ഇല്ലാണ്ടാവുമ്പോ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങും. നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നാട്ടുകാർ പരാതിയായിട്ട് വരും. ഇപ്പൊ ലക്ഷക്കണക്കിലുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എണ്ണിയാ ഒടുങ്ങാത്ത ആനക്കൂട്ടമുണ്ട്. ഈ ഇടയ്ക്ക് കണ്ട് ഒരു ആന 2 കുട്ടിയും കൊണ്ട് നടക്കണമെന്ന്. നമ്മളെ റോഡത്ര ആനയുടെ കയ്യിലാ. അല്ല, നമ്മൾ ആരുടെ കൂടെ നിൽക്കും? നാട്ടുകാർ പറയുന്നത് മൃഗം ഇറങ്ങിയിട്ട് അവരുടെ കൃഷി നശിപ്പിക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ കാടിന്റെ കൂടെ നിൽക്കുവോ നാടിന്റെ കൂടെ നിൽക്കുവോ? പന്നികളൊക്കെ കൊണ്ടിറക്കിയത് ഉള്ള മലയേറ്റവും ഡൂറിന് തുറന്നിട്ടോണ്ടിരുന്ന ഈ ജീവികളവിടെ പോയി ജീവിക്കാൻ. ടൂറിസത്തിന്റെ പേരിൽ പണം കൊയ്യണം. അവന്മാർക്ക് എന്തോരം അറിയാം വനത്തെ പറ്റി. പിന്നെ എന്താ ഒരു വഴി? എന്താ ടൂറിസം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂലേ? കാരണം വരത്തന്മാരൊക്കെ വിളിച്ചു കയറ്റി പിന്നെ ഉള്ള മലയിൽ ആചാരവും അനുഷ്ഠാനവും ഒക്കെ ഇല്ലാതാക്കിയിട്ട് അവന്മാർക്ക് ടൂറിന്റെ പണം കൊയ്തിട്ട് എന്ത് ചെയ്യാനാ? ടൂറിസേ വേണ്ടെന്നാണോ പറയണത്? നമ്മളെ ആൾക്കാര് വീട്ടിൽ ഒരു സ്ത്രീ പ്രസവിച്ചാലും ശരി, മാസം പറയും ആ വീട്ടിൽ നിന്ന് ഒറ്റ എണ്ണം നമ്മൾ അതിർ വിട്ട് വനത്തിൽ കയറില്ല. വനം പവിത്രമാണ്. പ്രകൃതിയെ പവിത്രമായി നോക്കണം, എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. കാലത്തിന് മഴയും വെയിലും കണ്ടപ്പോൾ വെയിലും. ആചാരമൊക്കെ പക്ഷെ ഇപ്പൊ നടക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞ ഇപ്പൊ മലയ്ക്ക് മുകളിൽ പെണ്ണുങ്ങൾ നിരക്കാൻ പോകണ അത്രയും പർവ്വതത്തിന്റെ മുകളിലല്ലേ. നമ്മളാരും ഇങ്ങനെ ഒരു അശുദ്ധമായൊന്നും നമ്മൾ വനത്തിലൊന്നും പോകില്ല. കൃഷി വിളയായാലും തന്നെ നമ്മൾ ശുദ്ധമായി നോക്കും, എങ്കിലേ മൃഗങ്ങൾ നമ്മളെ. സ്ത്രീകൾക്ക് മുഴുവൻ പിണക്കമാവും ഇത് കേട്ട് കഴിഞ്ഞാൽ. ഉള്ള സ്ത്രീകൾക്ക് മുഴുവൻ പിണക്കമാവും ഇപ്പൊ പറഞ്ഞില്ലേ? അത് കേട്ട് കഴിയുമ്പോൾ പിണക്കം. പെണ്ണുങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഈ കാട്ടിൽ നിരങ്ങാൻ പോകണ എന്തായിരുന്നു? ആണുങ്ങളും പിള്ളേരും കൂട്ടിക്കൊണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ എത്രമാത്രം പ്രേതം അനാഥമായി കിടന്നെന്നാ. ഒടുവിൽ ഞാൻ കൺസർവേറ്ററി ഓഫീസിൽ പരാതി കൊടുത്തു. ടൂറിസം ഡയറക്ടർ ഡി ബാലകൃഷ്ണൻ ചെന്ന് കണ്ടിട്ട് നമുക്ക് വഴി നടക്കാൻ ഒക്കില്ല. പെണ്ണുങ്ങളാണെങ്കിൽ മദ്യപിച്ചും സാമൂഹ്യ വിരുദ്ധരെ താവളം ചായും പാലും ഇല്ലാതെ. ഞങ്ങൾക്ക് റോഡിൽ ഇറങ്ങണമെങ്കിൽ വഴി എവിടെ നോക്കണം? ഇതിലെ പോകാക്കില്ല. ആ വഴി അത്രയും ആൾക്കാർ അന്ന് വെപ്പും കുടിയും കുപ്പിയടിയും തമ്മിലടിയും ഇതൊക്കെയാണ് ബഹളം. നിങ്ങൾക്ക് അറിഞ്ഞൂടാ, നമ്മൾ അനുഭവിച്ചുകൊണ്ട് പറയണതാണ്. ഇപ്പൊ ആദിവാസികളുടെ കാര്യത്തിൽ സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല. കുറെ റേഷൻ അരി തന്നാൽ മതി. ആ പാർസൽ ചോദിച്ചാൽ അങ്ങനെ പോലും നിങ്ങൾക്ക് 35 കിലോ അരി ഫ്രീ കിട്ടുന്നുണ്ട്, അത് പോരെയെന്ന്. ഈ വെറും അരി അവിച്ചെന്നുകൊണ്ടാ കാട്ടിൽ ജീവിക്കണം നമ്മൾ. മായമില്ലാത്ത തിന്ന് വളർന്ന നമ്മളാണ് മായമില്ലാതെ. കാട്ടിലെ കുമ്മിള്, ഈ വളർത്തുന്ന കുമ്മിളല്ല, കാട്ടിൽ തീ കത്തിയെങ്കിൽ കുമ്മിളുണ്ടാവും പലതരം. പിന്നീട് മരം പൊത്തുണ്ടാക്കി തീ പിടിക്കാൻ പൊത്താകും, അതിലാണ് തേൻ കൂട് വയ്ക്കുന്നത്. നല്ല ശുദ്ധമായ തേന് കിട്ടും ഔഷധത്തിനൊക്കെ, കാട്ടുതേൻ. ഇപ്പോൾ എവിടെ കിട്ടണ? ഒരു ചുക്കും ഇല്ല, മൃഗങ്ങൾ പോലും ഇല്ല. ഇപ്പം കാവ്യ എന്ന് പറഞ്ഞ പക്ഷി തന്നെ ഈ വർഷം ഒരു പക്ഷിയും വിളിക്കണം ഞാൻ കേട്ടിട്ടില്ല. ഈ നാട്ടുവൈദ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മ്യൂസിയം, ആശുപത്രി, ഇങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് പോയിരുന്നല്ലോ, അതൊന്നും ആയില്ലേ ഇതുവരെ? എല്ലാവരും 18-ലായപ്പോൾ എല്ലാവരും ഓടിയൻ ശ്രീമർമേനൊക്കെ വന്ന് അമ്മയ്ക്ക് അത് കെട്ടിത്തരും ഇത് കെട്ടിത്തരും എന്നൊക്കെ പറഞ്ഞ് അന്ന് മാതൃഭൂമി തെന്നൂർ അശോകൻ എന്ന് പറഞ്ഞാൽ അവരും ഭൂമി പൂജയൊക്കെ ചെയ്ത് തറക്കല്ലിട്ട് അവിടെ. ഇതുവരെ കണ്ടില്ല, 18-ൽ ചെയ്തത് ഇതുവരെ കണ്ടില്ല, ഒന്നും ആയില്ല. നമുക്ക് പൈസ കിട്ടൂല. നമ്മൾ മരം നടുമ്പോൾ ഒരുത്തനും വേണ്ട, ഒരു പ്ലാവായാലും എല്ലാം നട്ട് വളർത്തണതാണ് മണ്ടത്തരം. എന്ന് ഒടുവിൽ ഇത് മുറിക്കണമെങ്കിൽ നൂലാമാല അത്രയും കൊണ്ട് ഹാജരാക്കണം. എത്ര വരെ പഠിച്ചു? 56, 57, 8ാം ക്ലാസ്. അന്നത്തെ 8ാം ക്ലാസ്. കല്ലാറ് 5, വിതിര 3, അങ്ങനെ 8ാം ക്ലാസ് പഠിച്ചു. തോറ്റ് ജോലി കിട്ടിയത് എനിക്ക് അമ്മയെ സംരക്ഷിക്കേണ്ട ചുമതല ഉള്ളതുകൊണ്ട്. കല്യാണം എപ്പോൾ കഴിഞ്ഞു? 16 വയസ്സ് കഴിഞ്ഞപ്പം തുടങ്ങി. അന്ന് ഈ ചടങ്ങൊന്നും ഇല്ലാണ്ടാണ് കല്യാണം കഴിഞ്ഞതെന്ന് അല്ല, നമ്മൾ ഒരുമിച്ച് പഠിച്ച അമ്മയുടെ മോന. അല്ല, നിങ്ങളുടെ സ്ഥിരം ചടങ്ങൊന്നും ഇല്ലാതെ ആണ് കല്യാണം നടത്തി. കല്യാണം നടത്തി ആഘോഷമായിട്ട്. ഞാൻ ഇളയ സന്താനമില്ലേ, 7ാമത്തെ നമ്മളെ കുടുംബത്ത്. അപ്പോൾ അവസാനം ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആർഭാടമായിട്ട് നടത്തേണ്ടൊക്കെ നടത്തി. പിന്നെ അന്ന് എന്ന് വെച്ചാൽ ഗ്രാമഫോൺ റെക്കോർഡ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് കാസിലേറ്റ് വെട്ടവും കാസിലേറ്റ് സ്വർണ്ണത്താലിയും പണിഞ്ഞ് കെട്ടിയത് അന്നാണ്. അത് മഹാല ഇട്ട് മലയിൽ ആദ്യം തുടങ്ങി വെച്ചത്. നമുക്കതിൻ്റെ മന്ത്രമൊക്കെ പറയണം. അവസാനത്തെ മന്ത്രം പറഞ്ഞത് എൻ്റെ കല്യാണത്തിന്. പിന്നെ ഈ മന്ത്രം പറയലൊന്നും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നടത്തില്ല. ഇപ്പം ബ്രാഹ്മണന്മാരെ വിളിച്ചല്ലേ ചെയ്യിക്കണം ഓരോന്ന്. നമ്മളെ പാരമ്പര്യം അനുസരിച്ച് ചെയ്താൽ മതി. ഗണപതി പൂജയും വെച്ച് നമ്മൾ ആദ്യത്തേനെ ചൂണ്ടിയാൽ താലി വയ്ക്കണം.
ആദിത്യനെ കാണിക്കണം, താലി കഴുത്തിലേക്കണം, ഇങ്ങനെ 7 പ്രാവശ്യം, 7ാമതേ കെട്ടുള്ളൂ. ആദിത്യനെയാണ് സാക്ഷി വയ്ക്കാറ്. സർക്കാർ ചെയ്യണമെന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ മ്യൂസിയം, ആശുപത്രി, ആ കാര്യങ്ങൾ മാത്രമാണോ ഉള്ള പരാതി? വേറെ പരാതികളുണ്ടോ? വേറെ പരാതി എന്ന് വെച്ചാൽ എനിക്കിപ്പം അത്യാവശ്യം വേണ്ടുന്നത് ആശുപത്രി ഉൾപ്പെടെ പണിയാണ്. പുരസ്കാരം കിട്ടി കണ്ടെല്ലാം അകത്ത് നിറഞ്ഞു കിടക്കണം, എവിടെയും വെക്കാൻ ഇടവില്ലാതെ കിടക്കുകയാണ്. നേരെ വെച്ചിട്ടും ഇല്ലാതൊന്നും വാരി ഇങ്ങനെ അടുക്കി ഇപ്പോൾ കിട്ടിയ അത്രയും പുരസ്കാരം. ഈ പലകം തരണ നേരത്തിന് രൂപ തന്നെങ്കിൽ അങ്ങനെ കടയ്ക്കൽ വെച്ച് അപ്പാവ് വൈദ്യരെന്നൊരു മഹാന്റെ പ്രഥമ പുരസ്കാരം 5000 രൂപ കിട്ടി. അത് കൊണ്ടാണ് ഈ മതിൽ പണിഞ്ഞത്. എന്തുക്കളെങ്കിലും മതിൽ വിളക്കകത്ത് കയറാതിരിക്കട്ടെ. പത്മശ്രീ പുരസ്കാരം കിട്ടി ആ സമയത്ത് കുറെ വാക്ക് വന്നു, പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ആൾക്കാരതേ ഉള്ളൂ. അവരുടെ ഉദ്ദേശം പത്മശ്രീ കിട്ടുന്നവർക്ക് എന്തോരോ കോടിക്കണക്കിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്ന. അത് എത്ര 1000 പേർക്ക് കൊടുക്കാൻ പറ്റും സർക്കാരിന്? പറ്റുമോ? സാധിക്കാത്ത കാര്യം. പുരസ്കാരം തന്ന അതൊരു മേഖലയെ ജനങ്ങളിൽ എത്തിച്ചു എന്നതാണ് പ്രധാനമന്ത്രി കണക്കിലെടുത്തത്. അത് മൻ കി ബാത്തിൽ പറഞ്ഞവരെയാണ് ഇപ്പോൾ ഡൽഹിയിൽ വിളിച്ച് ഞങ്ങൾ പോയത്. രാഷ്ട്രീയമുണ്ടോ ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക്? രാഷ്ട്രീയമാ? രാഷ്ട്രീയം കളിച്ച് നടക്കണ നേരത്തിന് എന്തിന്? എന്നാൽ ഏതെങ്കിലും പാർട്ടിയോട്, നിർമ്മിക്കും നിയമത്തിൽ വളയുന്നു ഗിരിവർക്ക ജീവിതത്തെ ബന്ധിപ്പൂ കടലാസു നിയമങ്ങളാൽ അടയ്ക്കുന്നു പരിഷ്കാര കൽത്തുറുങ്കിൽ. അതാണ് എൻ്റെ നിയമം. എന്താ പരിഷ്കരിച്ച് ആദിവാസികളിൽ നിന്ന് ഒന്നും ഇല്ലാത്തവരായി. ഒരു പാർട്ടിയോടും ഇല്ല കൂറും സ്നേഹവും. ഞാൻ കൂറ് കാണിച്ചാലും വിജയകരമായി പൊട്ടുന്ന ആരെ ഏറ്റു. ഞാൻ വോട്ട് കൊടുക്കുമോ അവൻ പൊട്ടിയിരിക്കും കട്ടായം. ഈ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ, ഇപ്പൊ വലിയ തെരഞ്ഞെടുപ്പ്. എന്താ ഇവിടെ നിൽക്കണ ആരെന്ന് കണ്ടറിയാം. സ്റ്റീവനൊക്കെ വന്ന് വോട്ട് പിടിക്കാൻ വന്ന് കാല് തൊഴും, പിന്നെ അങ്ങോട്ട് വേണം. ഈ വോട്ട് ചോദിച്ചു വരുന്നവരോട് അമ്മയ്ക്ക് പറയാനുള്ളത് എന്താണ്? എന്ത് പരാതിയാണ് വോട്ട് ചെയ്യാൻ വരുന്നവരോട്? ഈ പരാതിയൊക്കെ പരിഹരിച്ചിട്ട് നിങ്ങൾ വോട്ട് ചോദിച്ചാൽ മതി എന്നല്ലേ പറയണേ? ആര് ചെയ്യണത്? ജയിച്ചു പോകുമ്പോൾ ഞാൻ ശബരിനാഥ് വന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞു വോട്ട് പിടിക്കാൻ ഇങ്ങനെയൊക്കെ നടക്കും, ജയിച്ചു പോകുമ്പോൾ ആകെ മാറും. അപ്പോൾ പറഞ്ഞു അതങ്ങനെയാണല്ലോ എന്ന്. വോട്ട് പിടിക്കാൻ വീട് തോറും നടന്ന് പൊങ്ങും. പിന്നെ പിന്നെ ശബരിനാഥ് ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും കേട്ടാൽ ഉടനെ അവിടെ ഓടിയെത്തും. അത് വേറെ കാര്യം. ഈ മരിച്ചാൽ ജനനം, മരണം, കല്യാണം മുതലായ അറിയുന്ന കാര്യത്തിനൊന്നും കോൺഗ്രസ്സുകാരോടാണോ കൂടുതൽ കാർത്തികേയം വന്ന് ഞങ്ങളെ കോൺഗ്രസ്സുകാരോടാണോ കൂടുതൽ അടുപ്പം? ശബരിനാഥ് കോൺഗ്രസ്സുകാർ നമ്മൾ പണ്ടേ അത് അമ്മയൊക്കെ ഉള്ളപ്പോഴേ കോൺഗ്രസ്സിൽ ചെയ്യുമായിരുന്നു. കാരണം അവർ പണം പിരിക്കാനോ ഇത് നിത്യശല്യത്തിന് പോകില്ലല്ലോ. അത് മറ്റൊരു ഇടതന്മാർ ഭയങ്കര പിരിപ്പാ. ഇപ്പം കണ്ടാണ് ഹരിത കർമ്മസേന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന ഉണ്ടുപോലും. ഇവിടെ കൊണ്ടുവന്ന് ഒരു ടിക്കറ്റും വെച്ചിട്ട് എന്നും കവറൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുക്കുമ്പോൾ ആളുകൾക്ക് 50 രൂപയും കൊടുക്കണം പോലും. അതെന്തൊരു ഉദ്ദേശം? ഇപ്പം നവകേരളം പൊടി പൊടിച്ച് എന്തൊരു കിട്ടിയ ഉപകാരം? ഞാനും പോയി 2-3 പ്രാവശ്യം. ശീപം വിളിച്ചു, പിന്നെ ഞാൻ പോയി. അത് ചെന്നാൽ പിന്നെ വലിയ കാര്യത്തിന് അധ്യക്ഷയായിട്ട് കൊണ്ടിരുത്തി. പിന്നെ എന്തൊരു കിട്ടി? സ്വന്തം കയ്യിലെ ചിലവും കൊണ്ടാ പോകണത്. നമുക്ക് എന്തൊരു ചിലവ്? അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ മുഖ്യമന്ത്രിയോട് പറയാറുന്നില്ലേ പോയപ്പം? മുഖ്യമന്ത്രിയെ കണ്ട ഞാൻ പിന്നെ ഷേഖ് ഖാൻ്റെ തന്ന് ക്ഷേമമൊക്കെ തിരക്കി. ഞാൻ കത്ത് കൊടുത്തു ഇതിൻ്റെ കാര്യം. ഇതുവരെ മറുപടിയൊന്നും കണ്ടില്ല. തൂങ്ങാമ്പാറ ചെന്ന് കാപ്പിപിടി മുഖ്യമന്ത്രിയോടൊപ്പം ഇരുന്ന് കാപ്പിപിടി കഴിഞ്ഞു. പിന്നെ ഒന്നും അനക്കമില്ല. പലയിടത്തും ഞാൻ വായിച്ചു, എഴുതിയ കവിതയൊക്കെ പലയിടത്തും വായിച്ചു. ഇഷ്ടമുള്ള കവിത എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇപ്പോൾ എഴുതിയത്? ജനാധിപത്യം വന്നപ്പം എന്തായാലും കറുത്ത ബോർഡിൽ വെളുത്ത അക്ഷരം പതിച്ചു വെച്ചവർ കോടികൾ നേടുമ്പോൾ വിയർപ്പിൻ്റെ വില കുടിച്ചു തീർത്തവർ പറിച്ചെറിവതോ തൻ വിലയേറും ജീവിതം. എന്നാലും അഡ്വക്കേറ്റ് പറഞ്ഞാൽ ഇത് പറഞ്ഞു കൊടുത്തു. കറുത്ത ബോർഡിൽ വെളുത്ത അക്ഷരം പതിച്ചു വെച്ചവൻ കോടികൾ കൊണ്ടു വിയർത്ത് ഉണ്ടാക്കിക്കൊണ്ട് ഇന്നലെയും വന്നപ്പോൾ ഇതിലേ ക്യൂ കിടക്കണ് പിള്ളേർ കൂട്ടം പയ്യന്മാർ. അതിന് മാത്രമല്ലേ ഉള്ളൂ പഞ്ഞമില്ലാതെ. കീർത്തനവും എഴുതും, എല്ലാം എഴുതും. വിൽപ്പാട്ട്, കഥാപ്രസംഗം, നാടകം ഒക്കെ എഴുതി. 2 വരി പാടാവോ? വിദ്യാദേവതേ മിഴി തുറക്കൂ, എന്നിൽ വിജ്ഞാനദീപം തെളിക്കൂ, ഉണ്മയും നന്മയും അറിയുന്നോരവിടുന്ന അറിവാകും പീയൂഷം പകരേണമേ, എന്നിൽ അവിടത്തെ കാരുണ്യം ചൊരിയണമേ. നല്ല പാട്ട്, നന്നായിട്ട് പാടി. നാടൻ പാട്ടുകളും പാടുമായിരുന്നോ പണ്ടൊക്കെ? നാടൻ പാട്ടും പാടും. നാടൻ പാട്ടിനല്ലേ ഫോക്ലോർ അക്കാദമിയിൽ അവാർഡ് കിട്ടിയ. ഈ പാട്ടുകളൊക്കെ എവിടെയെങ്കിലും എഴുതി വെക്കുന്നുണ്ടോ? എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്. ഇനിയുള്ളവർക്ക് ഒരിക്കൽ മനോരമക്കാർ വന്ന് കവിത പ്രസിദ്ധീകരിക്കുന്നുണ്ട്, കൊണ്ടുപോയി. ആരോ ഒടുക്കാൻ വന്ന് കേട്ടാൻ പറഞ്ഞാൽ അത് ആരോ എന്തോലും കൊണ്ടുപോയത്. അതിൽ അന്ന് വന്ന് പലരും, അതൊരു ലേഡിയാണ് കൊണ്ടുപോയത്. അങ്ങനെയൊക്കെ ചതി പറ്റണ്. മലയും മലദൈവങ്ങളും എഴുതി ഒരു കൺസർവേറ്റർ കൊണ്ടുപോയി. അത് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ആദിവാസികളുടെ ചരിത്രം എഴുതി കാണിക്കാറ്. അതും തിരിഞ്ഞും മറിഞ്ഞ് അങ്ങനെ ഇങ്ങനെ പോയി.
ഈ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയല്ലോ, അപ്പൊ വലിയ സന്തോഷം തോന്നുന്നു ഇങ്ങനെ എപ്പോഴും എപ്പോഴും ആൾക്കാർ വിളിച്ച് സമ്മാനം ഒക്കെ തരുമ്പോ? സമ്മാനം കിട്ടുമ്പം തലവേദനയായി വെക്കാടവില്ലാതെ. പൈസ കിട്ടിയാൽ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പറ്റിയേനെ. ഈ സമ്മാനം കിട്ടിയോണ്ട് വെക്കാടവില്ലാത്തടത്ത് ഇത് കൊണ്ടിട്ട് എവിടെ ഇട്ട് വയ്ക്കാനാ? വീട് എല്ലാം നിറഞ്ഞു കിടക്കുക. ഈ പ്രശ്നങ്ങൾ, ഈ ആവശ്യങ്ങളൊക്കെ പരിഹരിക്കട്ടെ. അത് എനിക്കിപ്പോൾ അർജൻറ്റായിട്ട് ആശുപത്രി, മ്യൂസിയം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയാണ് പണിയാൻ തീരുമാനിച്ചത്. ഒരു ഇങ്ങനെ 4 കെട്ട് പോലെ കെട്ടാനാണ് അവർ തറക്കല്ല് മാസ്റ്റർ പ്ലാൻ കാണിച്ചത്. പക്ഷേ എവിടെ പോയി അതൊക്കെ അങ്ങനെ പോയി, ഇങ്ങനെ പോയി. ഇനിയിപ്പം വേറെ എന്തെങ്കിലും വഴി ചെയ്യണം. തൽക്കാലം ഒരു മ്യൂസിയം പണിയേണ്ട അർജൻറ്റ് കാര്യം. ഓക്കെ, ഷീറ്റ് മേഞ്ഞിട്ടായാലും ഒന്ന് കെട്ടണം. ഇപ്പം ഇവിടെ 1-2 പേര് ആരെങ്കിലും, അപ്പോഴും പ്രധാനമന്ത്രിക്ക് എൻ്റെ കൂട്ടുകാരി അറിയിച്ച്, അവന് വ്യക്തികൾക്ക് കൊടുക്കില്ല. വ്യക്തികൾ പലരും പറ്റിക്കണുണ്ട്. ഇപ്പം നമുക്കും കൂടെ അത് ഗണിയായി. പിന്നെ ട്രസ്റ്റിനെങ്കിൽ കൊടുക്കും. ട്രസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താലല്ലേ ആൾക്കാർ ട്രസ്റ്റ് ആക്കാൻ ഉത്സാഹിക്കൂ. ഇപ്പം ഒന്നുമില്ലാതെ അവരെങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ട്രസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ